ഹായ് ഹലോ. അപ്പോൾ വെൽക്കം വൺസ് അഗെയിൻ. അപ്പോൾ നമ്മളൊരു സൺസെറ്റിൻ്റെ വ്യൂ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിന്ന്. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടിഫുൾ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ദോസ്ത് വിനയാട്ടനുണ്ട്. വിനയാട്ടനെയും കൂടിയിട്ട് നമ്മളൊരു സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്താണ്, ബാംഗ്ലൂരിലാണ്. ഹൊസ്കൂർ ഗട്ടള്ളി സൈഡിലുള്ള ഒരു ലേക്കാണ്. ലേക്കിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം പേര് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് പോയിൻ്റാണ്. ബാംഗ്ലൂരിലുള്ളവർക്ക് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണുന്നില്ല, നല്ല കളേഴ്സൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൺസെറ്റിൻ്റെ വ്യൂ നമുക്ക് കാണാം. ഇവിടെ നല്ല അടിപൊളി സൺസെറ്റ് കാണാം. അങ്ങ് ദൂരെ നമുക്ക് സൺസെറ്റ് നടക്കുന്നതൊക്കെ കാണാം. ഇവിടെ അങ്ങ് കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. കണ്ടൽക്കാടുകളാണ്, ചെടികൾ വെള്ളം കയറിയിട്ടും ഇതായതെന്ന് അറിയില്ല. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രെയിമാണ്. സണ്ണിങ്ങനെ ചുവന്ന് വരുന്നുണ്ട്. ഇപ്പം സൺസെറ്റ് ആവും. സൂര്യനെങ്ങനെ അസ്തമിക്കാണ്. നല്ല കളർ വന്നു ആകാശത്ത്. അത് നോക്കി പല ടൈപ്പിലുള്ള കളർ നമുക്ക് കാണാം. എൻ്റെ ആ ഒരു ഷെയ്ഡിങ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓറഞ്ച്, റെഡ്, ബ്ലൂ ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഈ ലേക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹൊസ്കൂറാണ്. ഹൊസ്കൂർ റോഡിൽ, ഗട്ടഹള്ളി റോഡിലാണ് ഈ ലേക്ക് ഉള്ളത്. റോഡ് സൈഡ് തന്നെയാണ്, നമുക്ക് കാണാൻ പറ്റും വരുന്നവർക്ക്. പിന്നെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇവിടെ പിൻ ചെയ്യാം ഈ വീഡിയോയുടെ താഴെ. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ലേക്കാണ്. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ, വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നതാണ് നമുക്ക് ഇവിടെ. അങ്ങനെ സൂര്യൻ മറഞ്ഞു. ഇന്നത്തെ സൺസെറ്റ് കഴിഞ്ഞു. ഇനി ഒരു നാളെ ഒരു പുതിയ പുലരിയായിട്ട് നമുക്ക് കാണാം. ഇതുണ്ടോ, ഇതിവിടെ നടക്കാനുള്ള പാത്താണ്. അപ്പോൾ സാധാരണ മണ്ണിൻ്റെ പാത്ത് തന്നെയാണ്, മറ്റേ ടൈലും അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. പക്ഷേ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ച, അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വലിയ വേസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നടക്കാനും എന്താ പറയുക, കാഴ്ചകൾ ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നോക്കിയേ അവിടുത്തെ വ്യൂ. കണ്ടോ ആ ആകാശത്തിൻ്റെ കളറൊക്കെ. ഈ പാതയൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമുണ്ടത്. കുറേ പക്ഷികളുണ്ട്. പക്ഷിയുടെ സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങ് അതിനകത്ത് ആ വെള്ളത്തിൻ്റെ അവിടെ ഒരു തുരുത്ത് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പക്ഷികളുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ സൗണ്ട് കേൾക്കാം. ഇതുണ്ടോ, ഫുള്ള് പക്ഷികളാണ്. കൊക്കുകളും നീർക്കാക്കകളൊക്കെയാണ് ഉണ്ട്. അതൊക്കെ അങ്ങ് ദൂരെ കാണാം. ഉണ്ടോ, കുറേ ഉണ്ട്. ഈ മരമൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഉണങ്ങിപ്പോയ മരമാണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ സൈഡിലൊക്കെ കാണാം മുളങ്കാടുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തുരുത്ത്. അങ്ങ് ദൂരെ കാണാലോ, ഉണ്ടോ. അപ്പോൾ ഇവിടത്തേക്ക് എത്താൻ എവിടുന്ന് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി വഴി വരാം. അപ്പോൾ ഹൊസ്കൂർ ഗട്ടഹള്ളി റോഡിൽ വന്നു കഴിഞ്ഞാൽ മതി. അവിടെയാണ് ഈ ലേക്ക്. റോഡ് സൈഡിൽ തന്നെയാണ്. കുറച്ച് ഉള്ളോട്ടേക്ക് വരികയോ വേണ്ട, ഒരു 10 മിനിറ്റ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലേക്കിലെത്തും. ലേക്കിൽ തന്നെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫീസൊന്നും ഇല്ല ഇപ്പം. അപ്പം ഈവനിങ്ങും വീക്കെൻഡൊക്കെ നമുക്ക് വന്നിട്ട് കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ വന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ വന്നിരുന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്.
നീയായിട്ട് മൊബൈലിൽ വെടിക്കെട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ കാണിച്ചാടാ നീ എടുത്ത വീഡിയോ ഫോട്ടോ, ഒരു അടിപൊളി ഫോട്ടോ കിട്ടിയില്ലേ? ഇതുണ്ടോ, അടിപൊളി ഫോട്ടോ കിട്ടിയിട്ടുണ്ട് സൺസെറ്റിൻ്റെ, കണ്ടോ? അപ്പം അങ്ങനെയാണ് നല്ല സൺസെറ്റിൻ്റെ ഫോട്ടോ ഇവിടുന്ന് കിട്ടും. ഇനിയിപ്പോൾ തിരിച്ചു പോകണം. ഇപ്പോൾ ഈ ലേക്ക് എന്താ പറയുക, അധികം വലിയ ക്രൗഡഡ് അല്ലാത്തൊരു ലേക്കാണ്. ബാംഗ്ലൂരിൽ ഇപ്പം ഒരു അടിപൊളി ക്രൗഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് നല്ലൊരു സൺസെറ്റൊക്കെ കാണിക്കൽ വരാൻ പറ്റിയ ലേക്കാണ്. ഈ ലേക്കിൻ്റെ പേര് ഇവിടെ ഞാൻ ചോദിച്ചു, അപ്പം ഹുസ്കൂർ ലേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹുസ്കൂർ ലേക്കിലാണ് ഉള്ളത്. ഇപ്പം നമ്മൾ സൺസെറ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകണം. ഇവിടുന്ന് എന്താ പറയുക, കുറച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പോകാനുണ്ട് വീട്ടിലേക്ക്. അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഈ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, അപ്പം അത് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും വന്നിട്ട് അടിപൊളി സൺസെറ്റൊക്കെ കാണും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.